welcome to my channel. It's me, Alaina Rose. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ഡിഷുമായിട്ടാണ്. ചീസി ബട്ടർഫ്ലൈ ചിക്കൻ. പൊട്ടറ്റോൻ്റെയും ചിക്കൻ്റെയും കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇവൻ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പ്രസൻറ്റബിൾ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റാർട്ടറാണിത്. ഇനി നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഇവയെല്ലാമാണ് ചീസി ബട്ടർഫ്ലൈ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യം ആവശ്യമായ പൊട്ടറ്റോ സ്ലൈസ് തയ്യാറാക്കുന്നതിന് ഒരു ബൗൾ എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടറ്റോ മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒരു 15 മിനിറ്റ്സോളം ഡിപ്പ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് പൊട്ടറ്റോ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ പൊട്ടറ്റോ കട്ട് ചെയ്യുമ്പോൾ ഓവർ തിന്നാക്കി കട്ട് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് പൊട്ടറ്റോ ബെൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ചിക്കൻ തന്തൂരി പൗഡർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ ഈ ചിക്കനെ ബട്ടർഫ്ലൈ ചിക്കനാക്കി മാറ്റാൻ പോകുന്നത്. അതിനുവേണ്ടി നേരത്തെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോ സ്ലൈസ് എടുത്ത് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കൻ പീസ് കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് കൊടുത്ത് നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ തന്നെ എല്ലാ ചിക്കനും പൊട്ടറ്റോയിൽ പിൻ ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ ചിക്കൻ മുങ്ങിക്കിടക്കുവോളം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എടുത്ത് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ പരസ്പരം ചിക്കൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതാണ്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും പൊട്ടറ്റോൻ്റെ എഡ്ജസൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചീസ് ടോപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചീസ് ഷീറ്റ് എടുത്ത് 4 നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഓരോ ചീസ് ടോപ്പിംഗ്സും എടുത്ത് ഇതുപോലെ എല്ലാ ബട്ടർഫ്ലൈ ചിക്കനുമേയും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ചീസ് ബട്ടർഫ്ലൈ ചിക്കനിലേക്ക് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചീസി ബട്ടർഫ്ലൈ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം.